കണ്ട സാധാരണ LPG കത്തുന്നത് പോലെ തന്നെയാണ് PNGയും കത്തുന്നത്. കണ്ട ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട സംഭവമൊക്കെ എന്തായാലും അടിപൊളിയാണ് PNG കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഞാനൊരു പ്ലാന്റിനെ കുറിച്ച്, അതായത് CNG പ്ലാന്റിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞത് കൊച്ചിയിൽ നിന്ന് LNG അതായത് ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് പ്ലാന്റിൽ എത്തിച്ചതിന് ശേഷം CNG ആയും PNG ആയും വേർതിരിച്ചെടുക്കുന്നു. CNG നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതിനും PNG വീടുകളുടെ കുക്കിംഗ് ആവശ്യത്തിനുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് വീടുകളിൽ കുക്കിംഗ് ചെയ്യാൻ ഇപ്പോൾ CNG ഉപയോഗിക്കുന്നു. കുക്കിങ്ങിനായി PNGയുടെ കണക്ഷൻ കിട്ടിയ ഒരു വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇത്. കണ്ട, അത് അടുക്കളയുടെ ബാക്കിലാണ് ഈ മീറ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പ്ലാന്റിലേക്ക്. ആ പ്ലാന്റിൽ നിന്ന് പൈപ്പ് വഴിയായിട്ടാണ് കണ്ട ഇങ്ങോട്ട് PNG എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാട്ടർ കണക്ഷൻ്റെയൊക്കെ പോലെ തന്നെ നമുക്ക് എത്ര ഉപയോഗിച്ചു എന്ന് ആ മീറ്റർ റീഡിങ്ങിൽ കാണും. അതനുസരിച്ചാണ് നമുക്ക് പൈസ വരുന്നത്. ഇത് ആദ്യമൊക്കെ സ്ഥാപിച്ചപ്പോൾ ഏകദേശം 2 മാസം കൂടുമ്പോൾ 900 രൂപയാണ് വന്നിരിക്കുന്നതാണ് ഇവിടുത്തെ ഇക്ക പറഞ്ഞിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. അതായത് 2 മാസം കൂടുമ്പോൾ 1500ഒക്കെയാണ് വരുന്നത്. CNG പാവപ്പെട്ട ഓട്ടോറിക്ഷ, പിന്നെ ടാക്സി തൊഴിലാളികൾ, ബസ് തൊഴിലാളികൾ എന്നിവയിൽ നിന്ന് എങ്ങനെ കൊള്ളയടിക്കുന്നു അതുപോലെ തന്നെയാണ് വീടുകളിലും ഇപ്പോൾ കൊള്ളയടി തുടങ്ങിയിട്ടുണ്ട് CNG ഉൽപ്പാദകർ. കേരളത്തിലെ CNG ഉപഭോക്താക്കളെ CNG കമ്പനിക്കാർ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കിട്ടുന്ന CNG വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ, അതായത് 15ഉം 20ഉം രൂപയുടെ വ്യത്യാസത്തിലാണ് അന്യ സംസ്ഥാനങ്ങളിൽ CNG കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CNG കമ്പനിക്കാർ CNG ഉപഭോക്താക്കളെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ്. 4 വർഷം മുമ്പ് ഞാൻ ഈ CNG ഓട്ടോറിക്ഷ എടുത്തപ്പോൾ ഏകദേശം CNGയുടെ റേറ്റ് 42 രൂപയായിരുന്നു. ഇപ്പോൾ 4 വർഷം കഴിയുമ്പോൾ ഇപ്പോഴത്തെ റേറ്റ് 80 രൂപയാണ്. 80 രൂപ എന്ന് പറഞ്ഞാൽ ഇത് എറണാകുളത്തെ റേറ്റാണ്. കോഴിക്കോട്, കണ്ണൂർ ആ ഭാഗങ്ങളിൽ 82 രൂപയും, ആലപ്പുഴയിൽ 78 രൂപയും, തിരുവനന്തപുരം ഭാഗങ്ങളിൽ 78 രൂപയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ CNG കേരളത്തിൽ തന്നെ പല റേറ്റിലാണ് കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് പല ന്യായങ്ങളും ഉണ്ടാകും. ഇത് CNGക്ക് ഇങ്ങനെ വില കൂടിയത് കാരണം കേരളത്തിലെ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളും അതുപോലെ ടാക്സി ഓടിക്കുന്നവരും പിന്നെ ബസ്സിൻ്റെ കാര്യമാണെങ്കിൽ പറയാനില്ല. 4-4.5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അവർ CNGയിലേക്ക് മാറിയത്. അവരൊക്കെ വൻ ദുരിതത്തിലായിരിക്കുകയാണ്. CNGയുടെ വില പോണ പോക്ക് കണ്ട, റോക്കറ്റ് പോണത് പോലെയാണ് CNGയുടെ വില കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് പറയാനോ ചോദിക്കാനോ കേരളത്തിൽ ആരുമില്ല എന്ന് ഇവർക്ക് മനസ്സിലായത് കൊണ്ടാവണം ഇങ്ങനെ റോക്കറ്റ് പോലെ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. പെട്രോളിൻ്റെ വില 50ഉം ഡീസലിന് 30 പൈസയൊക്കെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ CNG ഒറ്റയടിക്ക് 9ഉം 10ഉം രൂപയാണ് ഇവർ കൂട്ടുന്നത്. കേരളത്തിൽ CNGയുടെ വില കൂടുന്നത് ചോദിക്കാനും പറയാനും ആളില്ലാത്തതിനാൽ CNGയുടെ വില കൂടിക്കൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നു ഏകദേശം ഡീസലും കഴിഞ്ഞ് പെട്രോളിൻ്റെയൊക്കെ അടുത്തെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് CNG വാഹനങ്ങൾ എടുക്കാൻ പോകുന്നവരും അതുപോലെ CNG വാഹനങ്ങളിലേക്ക് മാറുന്നവരും ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാറുന്നതാണ് നല്ലത്. വീടുകളിലെ PNGയുടെ കണക്ഷൻ്റെ കാര്യം പറഞ്ഞാലും ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണ് CNG പ്ലാന്റിലേക്ക്. അപ്പോൾ ഈ ഏരിയയിൽ മാത്രമേ ഇപ്പോൾ ഒരിക്കൽ ഈ കണക്ഷൻ കിട്ടിയിട്ടുള്ളൂ. അതായത് ഏകദേശം ഒരു 150 കുടുംബങ്ങൾക്കാണ് കണക്ഷൻ എത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇത് കണക്ഷൻ എടുക്കുമ്പോൾ ഏതാണ്ട് 2 മാസം കൂടുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 900 രൂപയാണ്. ഇപ്പോൾ 1500 രൂപ എത്തിയിട്ടുണ്ട്. ഈ പ്രദേശം മുഴുവൻ, അതായത് കേരളം മുഴുവനും ഇത് വ്യാപിച്ചു കഴിഞ്ഞാൽ ഇവർ തോന്നിയതുപോലെ ഇപ്പോൾ വാഹനങ്ങളിൽ CNGയുടെ റേറ്റ് കൂട്ടിയതുപോലെ ഇതും റോക്കറ്റ് പോലെ ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. എന്നാൽ പിന്നെ അധികം സമയം കളയാതെ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നിന്ന് 1.5-2 കിലോമീറ്റർ ദൂരെയുള്ള പ്ലാന്റിൽ നിന്ന് ഈ പൈപ്പ് വഴിയായിട്ടാണ് CNG ഇവിടെ എത്തുന്നത്. ഈ പൈപ്പിലൂടെ വരുന്ന CNGയെ PNG എന്നാണ് അറിയപ്പെടുന്നത്.
ഇങ്ങനെ എത്തുന്ന PNG വാതകം ഈ മീറ്റർ റീഡിങ്ങിലൂടെ അടുക്കളയിൽ എത്തുന്നു. ഈ മീറ്റർ വാട്ടർ കണക്ഷൻ മീറ്ററും ഇലക്ട്രിസിറ്റി മീറ്ററും പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അടുക്കളയിൽ PNG ഉപയോഗിക്കുന്നതിനനുസരിച്ച് മീറ്റർ റീഡിംഗ് ആകുകയും അതനുസരിച്ച് 2 മാസം കൂടുമ്പോൾ നമുക്ക് പൈസ അടയ്ക്കാവുന്നതുമാണ്. 2 മാസം കൂടുമ്പോൾ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് 1500 രൂപയോളം എന്നാണ് ഇവിടുത്തെ വീട്ടുകാർ പറഞ്ഞത്. എന്നാൽ നേരെ അടുക്കളയിലേക്ക് പോകാം. മീറ്ററിൽ നിന്ന് വരുന്ന ഈ പൈപ്പിലേക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ ഓസുമായി ബന്ധിപ്പിക്കുന്നു. ഇവിടെ ഒരു വാൽവ് സ്ഥാപിച്ചിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓഫാക്കാനും ഓണാക്കാനും ഇത് ഉപയോഗിക്കുന്നു. ഈ ഓസിലൂടെ CNG ഗ്യാസ് സ്റ്റൗവിലെത്തുന്നു. PNG വാതകം LPG വാതകത്തേക്കാൾ വളരെ അപകട സാധ്യത വളരെ കുറവാണ്. PNG പെട്ടെന്ന് ലീക്കാകുകയോ മറ്റോ ചെയ്താൽ പെട്ടെന്ന് ഇത് അന്തരീക്ഷ വായുവുമായി ലയിച്ച് ഇങ്ങനെ അപകടങ്ങൾ 90% കുറയുന്നു. ഇപ്പോൾ PNG ഗ്യാസ് ലഭ്യമാക്കുന്നത് പ്ലാന്റിൻ്റെ 2-3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ ഓൾറെഡി കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി അത് ഭാവിയിൽ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ എല്ലായിടത്തും ഇത് വ്യാപിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രധാന തന്ത്രമായ വിലകൂട്ടൽ തന്ത്രം ഇവർ പുറത്തെടുക്കും. ഇപ്പോൾ CNG ഗ്യാസിൽ ചെയ്തതുപോലെ. എന്നാൽ ഗ്യാസ് സ്റ്റൗ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. അതിൻ്റെ തീയും കാര്യങ്ങളും LPGയെ പോലെ തന്നെയാണോ എന്നൊന്ന് കാണാമല്ലോ. അതിനു മുമ്പായി ഇവിടെ ഒരു വാൽവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഈ വാൽവ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഓണാക്കാം. ഓണാക്കിയിട്ടുണ്ട്. കത്തിക്കാം. ഇപ്പോൾ കത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ പോലും പറ്റുന്നില്ല PNG കത്തുന്നത്. എനിക്ക് തോന്നുന്നത് LPGയേക്കാളും വളരെ കളറ് കുറവാണ് PNG കത്തുമ്പോൾ. കണ്ട, കാണാൻ പോലും പറ്റുന്നില്ല. ഇതും കൂടി ഒന്ന് കത്തിച്ച് നോക്കാം. കണ്ട, വളരെ നേർത്ത തീയാണ്. എനിക്ക് തോന്നുന്നു LPGയേക്കാൾ കുറച്ചുകൂടി ചൂടും കൂടുതലായിരിക്കും. കണ്ട, കത്തിയിട്ടുണ്ട്. കണ്ടിടത്തോളം ഒരു പടി മുന്നിൽ തന്നെയാണ് LPGയേക്കാൾ PNG എല്ലാം കൊണ്ടും. പിന്നെ ഇത് വിശ്വസിച്ച് എടുക്കാനും ഒരു പ്രയാസമാണ്. വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യുക. CNG നമ്മുടെ അടുക്കളയിലും കുക്കിംഗ് ഗ്യാസായി പാചകത്തിന് എത്തിയത് നിങ്ങൾ കണ്ടല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.